അള്ളാഹുവിന്റെ തനതായ ശൈലിയനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തെ തകർക്കാലോകത്താർക്കാ എന്റെ പ്രിയപ്പെട്ട യുവത്വമേ കഴിയുന്നത്. പക്ഷേ നമ്മളിങ്ങനെ ചേരിതിരിഞ്ഞു പോയില്ലേ, ചിന്ന ഭിന്നമായി പോയില്ലേ? ഇവിടെ വന്നിരിക്കുന്ന എത്രയോ ചെറുപ്പക്കാർക്ക് പറയുന്നുണ്ടാവും, ഉസ്താദ് വാക്കവിയുടെ പ്രഭാഷണത്തിൽ കഴമ്പില്ല, കുറെ തമാശയും കുറെ പാട്ടുമല്ലാതെ ഒന്നുമില്ല, ചെന്നിരുന്ന് കേട്ടാൽ എന്താ ഉള്ളത്? എങ്കിലും എന്തിനാണ് ഈ ആള് കൂടുന്നതെന്നറിയാൻ വന്നിരിക്കുന്ന ചെറുപ്പക്കാരാ, മോനെ നിന്നോട് ഒന്നും ആവശ്യപ്പെടുന്നില്ലല്ലോ, നിന്നെ ശകാരിക്കുന്നില്ലല്ലോ, യഥാർത്ഥ വഴിയല്ലേ പറഞ്ഞു തരുന്നുള്ളൂ. അള്ളാഹുവിന്റെ കോടതിയിൽ പ്രവാചകന്മാര് നരകത്തിലേക്ക് കടന്നു പോകുമ്പോൾ അതിൽ പെടുത്തല്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ സദസ്സിലും പൊട്ടിക്കരയുന്ന പാവപ്പെട്ട നൗസാദ് വാക്കവി പരിഗണിച്ചുകൊണ്ട് മാറുന്നിട്ട് കാര്യമില്ല. ചെറുപ്പക്കാരാ കടന്നു വന്നു, നമുക്ക് രക്ഷപ്പെടണം ചെറുപ്പക്കാരാ, നമുക്ക് രക്ഷപ്പെടണം നോരെ, ഇസ്ലാമിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കണം നോരെ, പള്ളിക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കണം യുവത്വമേ. കള്ളിന് വേണ്ടി പെണ്ണിന് വേണ്ടി ആദർശത്തെ കളങ്കപ്പെടുത്തുന്ന മോശമായ സാഹചര്യത്തിലേക്ക് ചെറുപ്പക്കാരെ കടന്നു വരല്ല. അതുകൊണ്ട് ആദ്യമായിട്ട് നന്നാക്കേണ്ടത് തലമുടിയല്ല, ആദ്യമായിട്ട് നന്നാക്കേണ്ടത് മുഖമല്ല, ആദ്യമായിട്ട് നന്നാക്കേണ്ടത് കാർകൂന്തലല്ല, ആദ്യമായിട്ട് നന്നാക്കേണ്ടത് മസിൽ പവറല്ല. പിന്നെ എന്താ ചെറുപ്പക്കാരാ, മനസ്സാണ് മനസ്സാണ് മനസ്സാണ്. ആ മനസ്സിന്റെ അകത്ത് നന്മ നിറഞ്ഞാൽ 1000 പ്രഭാഷണം വേണ്ട, 1000 കാസറ്റുകൾ വേണ്ട, 1000 വേദികൾ വേണ്ട, ഒരൊറ്റ 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 നസീഹത്തിലൂടെ അവരുടെ നസീഹത്ത് കൊണ്ട് വിശ്വാസികൾക്ക് ഗുണമുണ്ടാകുമെങ്കിൽ എന്റെ സഹോദരങ്ങളോട് ആദ്യമേ കാണിച്ചു തരുന്ന യുവാക്കളെ ഇതിലേ എന്ന വഴികൾ ഒന്നാമത് പറഞ്ഞു തരാനുള്ളത്, നമ്മുടെ മനസ്സിലേക്ക് അല്ലാഹുവിനെ കൊണ്ടുവാ ചെറുപ്പക്കാരാ, നമ്മുടെ ഹൃദയത്തിലേക്ക് അല്ലാഹയെ കൊണ്ടുവാ ചെറുപ്പക്കാരാ. ആ ഹൃദയത്തിലിരിക്കുന്ന സർവ്വ ദുർമന്ത്രങ്ങളെയും ദൂരേക്ക് വലിച്ചെറിയുക. ഏത് സിനിമാ നടന്റെ പോസ്റ്ററാകട്ടെ, ഏത് സിനിമാ നടിയുടെ ചിത്രമാകട്ടെ, ഏത് കായിക താരത്തിന്റെ മുഖമാകട്ടെ, ഏത് കലാതാരത്തിന്റെ മുഖമാകട്ടെ, അത് മുഴുവനും നിന്റെ മനസ്സിന്റെ ഉള്ളറയിൽ നിന്ന് ദൂരേക്ക് വലിച്ചെറിയുക. എന്നിട്ട് ആ മനസ്സിന്റെ ഉള്ളറയിൽ അല്ലാഹുവിനെ എടുത്തു വെക്കാറുണ്ട് ചെറുപ്പക്കാരാ, നിനക്ക് സാധിക്കണം. എന്തുകൊണ്ട് കഴിയുന്നില്ല ചെറുപ്പക്കാരാ? തിരുവനന്തപുരത്ത് RCC നിങ്ങളൊന്ന് ചെന്ന് നോക്കുമോ? 25 വയസ്സുള്ള ചെറുപ്പക്കാരെ കിടക്കുന്നതെങ്ങനെയാ? 15 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് പോലും ഒരൽപ്പം പോലും വേദന മാറാതെ പൊട്ടിക്കരയുന്ന ക്യാൻസർ രോഗികൾ കിടക്കുന്നത് കാണാ. 18 വയസ്സുള്ള 19 വയസ്സുള്ള 20 വയസ്സുള്ള 25 വയസ്സുള്ള എത്രയോ ചെറുപ്പക്കാര് മുടിയെല്ലാ കൊടുന്ന് വിളറി വെളുത്തുകൊണ്ട് മാരക രോഗത്തിനടിമയായിട്ട് കണ്ണു തുറക്കാൻ കഴിയുന്നില്ല, വെള്ളമിറക്കാൻ കഴിയുന്നില്ല. അല്ലാഹു കൊടുത്ത യുവത്വമാണ് എന്റെ കണ്ണൂർ ജില്ലയുടെ യുവാക്കളെ. അത് നാം അറിയുന്നില്ലേ? അതെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? അതെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അല്ലാഹു കഴിവ് തന്ന ചെറുപ്പക്കാരാ, അല്ലാഹു പദവി തന്ന ചെറുപ്പക്കാരാ, അല്ലാഹു പണം തന്ന ചെറുപ്പക്കാരാ, ദുനിയാവാണ് ഏറ്റവും വലിയ ലോകമെന്ന് കരുതിയിട്ടതിനെ നശിപ്പിച്ചുകൊണ്ട് പൈശാചികമായ ബാധകേറ്റവരെ പോലെ കറങ്ങി നടക്കല്ല പോലെ. ഇന്ന ദുനിയാ അത് പച്ച പിടിച്ചതാണ്, അത് രസമുള്ളതാണ്, അത് മയക്കുമരുന്നിനേക്കാൾ ശക്തിയുള്ളതാണ്. നിന്റെ മനസ്സിലേക്ക് അങ്ങനെയുള്ള സർവ്വസ്ഥാനങ്ങളും വലിച്ചെറിയുക, നന്മയുടെ സ്വഭാവങ്ങളെ മാത്രം നിറച്ചു വെക്കുക. ഇത് പറയുമ്പോൾ എന്റെ സഹോദരിമാരെ കരുതണ്ട, പുതിയങ്ങാടിയിലെ ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയ പെങ്ങന്മാരെ കരുതണ്ട. ഇന്ന് നൗസാദ് വാക്കവി യുവാക്കളെ കുറിച്ച് മാത്രമാ പറയുന്നത്, ഇന്ന് ചെറുപ്പക്കാരെ കുറിച്ച് മാത്രമാ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്നെക്കുറിച്ച് പറയാറ് ഇന്ന് വരെ നൗസാദ് വാക്കവി സ്റ്റേജിൽ ഇറങ്ങിയിട്ടില്ല. നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, നിന്നോട് എതിർപ്പുള്ളത് കൊണ്ടല്ല. പെട്ടെന്ന് നരകത്തിൽ പോകാ ഇതുപോലെ എളുപ്പമുള്ള ഒരു വർഗം വേറെയില്ല. എന്റെ തലയിൽ തട്ടമിട്ട കണ്ണൂരിലെ പെണ്ണേ,
അത് അല്ലാഹുവിന് വേണ്ടിയാകണം മോളെ. പർദ്ദയിട്ട കണ്ണൂരിലെ പെണ്ണേ, അത് അല്ലാഹുവിന് വേണ്ടിയാകണം മോളെ. കാമുകൻ പറഞ്ഞ കളർ വാങ്ങുന്നവളെ, കാമുകൻ പറഞ്ഞ വളധരിക്കുന്നവളെ, കാമുകൻ പറഞ്ഞതുപോലെ ചലിക്കുന്നവളെ, സംസാരിക്കുന്നവളെ, അല്ലാഹുവിന് വേണ്ടി ജീവിതത്തെ മാറ്റാ എന്ന് കണ്ണൂർ ജില്ലയുടെ കാസർഗോഡ് ജില്ലയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് കഴിയുന്നുവോ? അന്നല്ലാതെ ഹിദായത്തിന്റെ പേമാര് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ തലയ്ക്ക് മുകളിൽ പെയ്തിറങ്ങുമെന്ന് ചിന്തിക്കണ്ട. അതുകൊണ്ട് യുവത്വമെന്ന് പറയുന്നത് പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ല. കൗമാര പ്രായത്തിലേക്ക് കടന്നു വരുമ്പോ പുതിയങ്ങാടികളെ വീടിന്റെ ഉള്ളറയിലെ നിലക്കണ്ണാടികളെ മുമ്പിലിരുന്നു കൊണ്ട് കവിളിന് മൃദുലത പോരാ, കാർകൂന്തലിന് കൊഴുപ്പ് പോരാ, ചുണ്ടിന് ചുമപ്പ് പോരാ എന്ന് പറഞ്ഞിട്ട് സൗന്ദര്യവർദ്ധന വസ്തുക്കൾ വാങ്ങി മുഖത്ത് പുരട്ടിയിട്ട് ഭ്രാന്തികളെ പോലെ അലഞ്ഞു തിരിയുന്ന പെണ്ണുങ്ങളായി കണ്ണൂർ ജില്ലയിൽ പുതിയങ്ങാടിയിൽ വന്ന സഹോദരിമാര് മാറാതിരിക്കാൻ വേണ്ടി പറയുകയാ, വനീബൂ ഇലാ റബ്ബിക്കും, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് മടങ്ങി വന്നോ ചെറുപ്പക്കാരാ. അല്ലാഹു ചെയ്ത അനുഗ്രഹത്തിന് നന്ദി കാണിച്ചോ യുവത്വമേ. അതിന് ഒന്നാമത്തെ വഴി ഹൃദയത്തിന്റെ കവാടങ്ങളെ വിശാലമാക്കുക, ദുർഗുണങ്ങളെയൊക്കെ പുറത്തേക്കെടുത്ത് വലിച്ചെറിയുക. ഒന്ന്, നാം ഏറ്റവും അധികം സ്നേഹിക്കുന്ന അല്ലാഹുവിനെയും റസൂലിനെയും ആക്കുക. അതിനപ്പുറത്തേക്ക് പിന്നെ വേറെ സ്നേഹങ്ങളൊക്കെ മാറ്റിവെക്കുക.